ലേസിനെസ് അല്ലെങ്കിൽ മടി. 2001 പിയേഴ്സ് സ്റ്റീൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പഠനം നടത്തി. അദ്ദേഹത്തിൻ്റെ റിസർച്ചിൽ അദ്ദേഹം കണ്ടെത്തിയത് മടിക്ക് അല്ലെങ്കിൽ അലസതയ്ക്ക് ഒരു കാരണമല്ല, പല കാരണങ്ങളാണ് പലർക്കുമുള്ളത്. അതിലേതാണ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നറിഞ്ഞാൽ മാത്രമാണ് അതിനുള്ള സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മളെല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലും നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരാണ്. ഈ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് അറിയണം, അതെങ്ങനെ പരിഹരിക്കാമെന്നറിയണം. ഒന്നാമത്തെ കാര്യമാണ് ലോ കോൺഫിഡൻസ് ലെവൽ. പലരും മാറ്റിവെക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ടാണ്, ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ്, നന്നായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം സമയം ഇങ്ങനെ മാറ്റിവെക്കാനായിട്ട് നമുക്ക് തോന്നും. ഈ കൂട്ടരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം എങ്ങനെ ചെയ്തു തുടങ്ങണം, എങ്ങനെയാണ് അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെ തീർക്കണം എന്നൊരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. മനസ്സിലാതെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായൊരു പ്ലാനിങ് ഇല്ല. ഈ ക്ലാരിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഒരു കാര്യം ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. ഇവിടെയുള്ള ഒരു പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ ക്വാളിറ്റി നോക്കാതെ അങ്ങ് ചെയ്യുക. പലരും ടോപ്പ് ക്വാളിറ്റിയിൽ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണ് ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. ക്വാളിറ്റി നോക്കാതെ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ, ഒരു എഴുത്തുകാരനാണെങ്കിൽ ഒരു 5-6 തവണ എഴുതുമ്പോഴേക്കും നമ്മുടെ ക്വാളിറ്റി പതിയെ പതിയെ കൂടി വരുന്നത് നമ്മൾ കാണും. ഈ ക്വാളിറ്റി എപ്പോഴും നമ്മുടെ ക്വാണ്ടിറ്റി ആശ്രയിച്ചിരിക്കും. നമ്മൾ കൂടുതൽ ചെയ്യും തോറും നമ്മുടെ ക്വാളിറ്റി കൂടി വരും. ഇനി രണ്ടാമത്തെ കാര്യമാണ് എൻജോയ്മെൻറ്റ് ഫാക്ടർ. ഒരു കാര്യം പാടാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റിവെക്കുമ്പോൾ ആ പരിപാടി ബോറിംഗ് ആണ് എന്ന് തോന്നുന്നത് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ അധ്വാനം വേണ്ടിവരുന്ന ജോലികളേക്കാൾ പലരും മാറ്റിവെക്കുന്നത് ബോറിംഗ് ആയിട്ടുള്ള ജോലികളാണ്. ആ സ്പെൻഡ് ചെയ്യുന്ന സമയം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ ഒരു കാര്യത്തെ എനിക്ക് എങ്ങനെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും, എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ കാര്യങ്ങളായിട്ട് എനിക്കൊരു സന്തോഷം കിട്ടുന്ന രീതിയിൽ, എനിക്ക് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു കാര്യത്തെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് ഡിസ്ട്രാക്ഷൻസ്. നമുക്ക് ഫോക്കസ് ചെയ്യാൻ പാടുള്ള ഒരു സറൗണ്ടിങ്സിലാണ് അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് അധ്വാനം വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റിവെക്കാൻ സാധ്യത കൂടുതലാണ്. ഈ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് പ്ലഷർ തരുന്നതാണ്, നമ്മളെ പെട്ടെന്ന് തൃപ്തിപ്പെടുത്തുന്നവയാണ്. എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ റീവാർഡ് തരുന്ന കാര്യങ്ങൾ ചുറ്റുമുള്ളപ്പോൾ ഒരു അധ്വാനം വേണ്ട കാര്യം ചെയ്യാൻ പാടായിരിക്കും. ഫോർ എക്സാമ്പിൾ, മൊബൈൽ ഫോൺ നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് ഒരു ക്ലിക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറാം, യൂട്യൂബിൽ കയറാം, എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. ഇതാണ് മാറ്റിവെക്കുന്നതിൻ്റെ ഒരു കാരണം, ഡിസ്ട്രാക്ഷൻസ്. ഇനി നാലാമത്തെ കാരണമാണ് ടൈം എന്ന് പറയുന്നത്. സമയം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. എപ്പോഴാണ് തീർക്കേണ്ടത്? നമ്മളൊക്കെ പലപ്പോഴും അവസാന നിമിഷത്തേക്ക് മാറ്റിവെക്കുന്നവരാണ്. നമ്മൾ സ്കൂളിൽ വല്ല പ്രൊജക്റ്റോ അസൈൻമെൻറ്റോ ഒക്കെ ഉള്ളപ്പോൾ നമുക്കറിയാം അവസാന ദിവസമായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്നത്. ഈ ഡെഡ് ലൈൻ, അതായത് ഈ വെക്കേണ്ട സമയം, അവസാന സമയം എപ്പോഴാണോ, എത്ര ദൂരത്താണോ അത്രയും ലേറ്റായിട്ടാണ് നമ്മൾ ചെയ്തു തുടങ്ങൂ എന്നുള്ളതാണ്. ഡെഡ് ലൈൻ കൂടുതൽ താമസിക്കും തോറും നമ്മൾ ആ കാര്യം ചെയ്യാൻ കൂടുതൽ സമയം എടുത്തുകൊണ്ടേയിരിക്കും. അതായത് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു 6 മാസം തന്നാൽ നമ്മൾ 6 മാസം കൊണ്ടാണ് ആ പ്രൊജക്റ്റ് തീർക്കുകയുള്ളൂ. പക്ഷേ അതേസമയം ആ പ്രൊജക്റ്റ് ചെയ്യാൻ 2 ആഴ്ച മാത്രം തന്നാൽ ആ 2 ആഴ്ച തീരുമ്പോൾ നമ്മൾ പ്രൊജക്റ്റ് വയ്ക്കും. ഇവിടെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ലൈൻസ് ക്ലോസ് ആയി തന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡെഡ് ലൈൻസ് ക്ലോസ് ആകും തോറും ആ ഡെഡ് ലൈൻ മനസ്സിൽ കണ്ട് നമ്മൾ തന്നെ ചെയ്തു തുടങ്ങണം. ഇങ്ങനെ 4 കാരണങ്ങളാണ് പ്രധാനമായിട്ടും മടിയുടെ അല്ലെങ്കിൽ അലസതയുടെ പിറകിലുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു കാര്യം മാറ്റിവെക്കുമ്പോൾ, നാളെ ചെയ്യാമെന്നൊരു കാര്യം തള്ളി നീക്കുമ്പോൾ അതിൻ്റെ പിറകിൽ എന്ത് കാരണമാണ്, എൻ്റെ മടിക്ക് കാരണം ഇതിലേതാണ്. നമ്മളെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മളെ തന്നെ നിരീക്ഷിക്കുമ്പോൾ നമുക്കൊരു പാറ്റേൺ മനസ്സിലാവും. ഈ കാരണം കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ അലസമായ കാര്യങ്ങൾ മാറ്റിവെക്കുന്നത്. എന്നിട്ട് അതിനെ പരിഹരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലയിടത്തും കേൾക്കുന്ന മടിയെ പരിഹരിക്കുന്ന തന്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടണമെന്നില്ല. അതിന് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ മടിയുടെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണം. ആ കാരണത്തിനനുസരിച്ചുള്ള പരിഹാരം ഇടണം.